നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം പ്രവാസികളുള്ളത് ഇന്ത്യയിൽ നിന്നാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് തള്ളിക്കളയാൻ ആർക്കുമാകില്ല എന്നതാണ് സത്യം. എന്തെന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രവാസികളുടെ കൈത്താങ് എന്നത് വളരെ വലുതാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ആകെയുള്ള പ്രവാസികളിൽ 1.75 കോടി ഇന്ത്യക്കാരാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മെക്സിക്കോയാണ് രണ്ടാം സ്ഥാനത്ത്, പിന്നാലെ ചൈന. മൂന്നാമത് ഈ വർഷം ലോകത്ത് ആകെ പ്രവാസികളുടെ എണ്ണം 27 കോടിയാകും. 5 കോടിയിലധികം മറുനാട്ടുകാരെ സ്വീകരിച്ച് US ഏറ്റവും അധികം പ്രവാസികളെ ഉൾക്കൊള്ളുന്ന രാജ്യമാകും എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ $68,900 കോടി 2018 മാത്രം പ്രവാസികൾ മാതൃരാജ്യങ്ങളിലേക്ക് അയച്ചത്. ഏറ്റവും അധികം പണം അയച്ചതും ഇന്ത്യക്കാർ തന്നെ, $78,060 കോടി ആണത്. ഏറ്റവും അധികം പേർ ജോലിക്ക് വേണ്ടി താൽക്കാലികമായി വിദേശത്തു കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. UAE ജനസംഖ്യയിലെ 90% പ്രവാസികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏറ്റവും അധികം ജനങ്ങൾ പലായനം ചെയ്ത രാജ്യം സിറിയയാണ്. രണ്ടാമത് കൊളംബിയയും, തൊട്ടു പിന്നിൽ കോങ്കോയും. അങ്ങനെ ഏറ്റവും അധികം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന രാജ്യവും സിറിയ തന്നെ. ആകെ പ്രവാസികൾ പകുതിയിലേറെ താമസിക്കുന്നത് യൂറോപ്പിലും വടക്കൻ അമേരിക്കയിലുമാണ്. ഇവരിൽ 52% പുരുഷന്മാരാണ്. ഇതേസമയം ലോകത്തെ ആകെ ജനസംഖ്യയുടെ 3.5% മാത്രമാണ് പ്രവാസികളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US സ്ഥിരതാമസത്തിന് അനുമതി നൽകുന്ന ഗ്രീൻ കാർഡിനുള്ള അപേക്ഷകരിൽ 2.27 ലക്ഷം ഇന്ത്യക്കാരെന്ന് ഹോംലാൻഡിൽ സെക്യൂരിറ്റി റിപ്പോർട്ടുണ്ട്. US പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് അടുത്ത ബന്ധുക്കളെ സ്പോൺസർ ചെയ്യാവുന്ന പദ്ധതി പ്രകാരമുള്ള അപേക്ഷകരുടെ മാത്രം കണക്കാണിത്. ആകെ 40 ലക്ഷത്തോളം ഗ്രീൻ കാർഡ് അപേക്ഷകരിൽ 15 ലക്ഷം പേരും മെക്സിക്കോയിൽ നിന്നുള്ളവരാണ്. രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. 1.80 ലക്ഷം അപേക്ഷകരുള്ള ചൈനയാണ് മൂന്നാമത്. ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന ഇന്ത്യക്കാരിൽ 1.81 ലക്ഷം പേരും പൗരത്വമുള്ളവരുടെ സഹോദരങ്ങളാണ്. ഒരു വർഷം 2.26 ലക്ഷം പേർക്ക് മാത്രമേ US ഗ്രീൻ കാർഡ് അനുവദിക്കൂ. കുടിയേറ്റ ചങ്ങല സൃഷ്ടിക്കുന്ന ഫാമിലി സ്പോൺസർഡ് ഗ്രീൻ കാർഡ് നിർത്തലാക്കണമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡിനുള്ള 8.5 ലക്ഷത്തോളം അപേക്ഷകരിൽ ഇന്ത്യക്കാർ ഏറെയുണ്ട്. ഇന്ത്യൻ IT ജീവനക്കാർ ഗ്രീൻ കാർഡ് ലഭിക്കാൻ നിലവിൽ 10 വർഷത്തിലേറെ കാത്തിരിക്കുകയും വേണം.